മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാനുണ്ടായ കാരണം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് SFIയുടെ ഒരു ഗുണ്ടാവിളയാട്ടം ക്യാമ്പസിൻ്റെ അകത്ത് നടന്നു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ദിനംപ്രതി എന്നോണം ക്യാമ്പസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വർഷങ്ങളായി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഭ്രാന്തി, അസ്വസ്ഥത ഇവർ കൂടുതൽ ശക്തിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലുകൾ ഇവരുടെ അക്രമ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറുകയാണ്. അവിടെ ഒരു ക്യാമ്പസിൻ്റെ സംസ്കാരത്തെയും സ്വഭാവത്തെയും ഇല്ലാതാക്കുന്ന വിധമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ പോവുകയാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഓഫീസ് സെക്രട്ടറി സാജിദ് അലിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് SFIയുടെ ഗുണ്ടകൾ ക്രൂരമായിട്ട് ആക്രമിച്ചു. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിന് അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി. ഭാഗ്യം കൊണ്ടാണ് സാജിദ് അലി രക്ഷപ്പെടുന്നത്. ഉടനെ തന്നെ തേഞ്ഞിപ്പലം പോലീസിൽ പരാതി കൊടുത്തു. പക്ഷെ ആ പരാതിയുടെ മേൽ ഈ നിമിഷം വരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുവാനോ വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ തെരഞ്ഞു പോകുവാനോ പോലീസ് തയ്യാറായിട്ടില്ല. ആ പ്രശ്നത്തിന് ശേഷം പിന്നീട് അവിടെയുണ്ടായ സംഘർഷങ്ങളുടെ പേരിൽ ആത്മരക്ഷാർത്ഥം MSF നടത്തിയിട്ടുള്ള പ്രതിരോധത്തിൻ്റെ പേരിൽ, ഞാൻ പറയുന്നത്, വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സംരക്ഷണം കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം MSF ഭാരവാഹികൾക്കുണ്ട്, നേതാക്കൾക്കുണ്ട്. അതിൻ്റെ പേരിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇപ്പോൾ MSFൻ്റെ മുൻനിര ഭാരവാഹികളുടെ മുഴുവൻ വീടുകളിലേക്കും പോലീസ് തെരഞ്ഞു വരിക. ഇപ്പോൾ മലപ്പുറം ജില്ലക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ആദ്യം സാജിദ് അലിയെ ആക്രമിച്ച കേസിൽ MSF നൽകിയിട്ടുള്ള പരാതി, ആ പരാതിയെ ഗൗരവപൂർവം പരിഗണിച്ചിരുന്നുവെങ്കിൽ, കുറ്റക്കാരായവരെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്ഥിതി ക്യാമ്പസിൻ്റെ അകത്തുണ്ടാകുമായിരുന്നില്ല. ഈ നിമിഷം വരെ പോലീസ് അതിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരാളെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഓരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും അവരുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടും ഇന്ന് വരെ പോലീസ് അതിന് തുനിയാത്ത പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള MSF നേതാക്കളെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുക. MSFൻ്റെ ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പും ജില്ലാ കമ്മിറ്റി അംഗം അർഷദ് തറയിട്ടാലും ഇപ്പോൾ തിരൂർ സബ് ജയിലിലാണുള്ളത്. സുബഹി നിസ്കരിക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ കബീറിനെ അങ്ങാടിയിൽ വെച്ച് ഭീകരവാദിയെ പിടികൂടുന്ന പോലെയാണ് പോലീസ് പിടികൂടിയത്. ഈ അർഷദ് MSFൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം, അവരുടെ വീട്ടിൽ പോലീസ് എത്തുന്നത് രാത്രി 3 മണിക്കാണ്. പോലീസ് അവരുടെ വീട് വളഞ്ഞ് ആക്രോശങ്ങൾ നടത്തിയിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ റഹീസിൻ്റെ വീട്ടിൽ ഇന്നലെ പോലീസ് വന്ന സമയം 4 മണിയാണ് പുലർച്ചെ. എന്നിട്ട് വീടിൻ്റെ പിറകിലെ വാതിൽ പോലീസ് പുറത്ത് നിന്ന് പൂട്ടി. മുന്നിലെ വാതിൽ നിന്ന് വന്നിട്ട് പോലീസ് ചവിട്ടി. ശബ്ദങ്ങളും ആക്രോശങ്ങളും കേട്ട് വീട്ടുകാർ വാതിൽ തുറന്നപ്പോൾ ആ വീട്ടുകാരെ തള്ളി മാറ്റി പോലീസ് അകത്ത് കയറി. എന്നിട്ടും പക തീരാത്ത പോലീസ്, പ്രായം ചെന്ന മാതാപിതാക്കൾ അടക്കമുള്ള മനുഷ്യരെ, അവർക്ക് എത്രമാത്രം മാനസിക പ്രയാസവും ഭയവും ഈ വിഷയത്തിലുണ്ടാവും. എന്നിട്ടും പക തീരാത്ത പോലീസ് അയൽവാസിയുടെ വീട്ടിൽ പോയി. ഇതൊക്കെ പോകുന്നൊരു സമയം ആലോചിക്കണം. അയൽവാസിയുടെ വീട്ടിൽ പോയി അയൽവാസികളെ വിളിച്ചുണർത്തി, അവരെ ഭീഷണിപ്പെടുത്തി. ഇവരുടെ ബന്ധുക്കളുടെ, ഉമ്മൻ്റെ വീട്, സഹോദരിയുടെ വീട്, ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീടൊക്കെ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെയും സംസ്ഥാന ഭാരവാഹികളെയും MSFൻ്റെ ജില്ലയിലെ മുൻനിര ഭാരവാഹികളെയും കിട്ടണം. എന്നാലേ ഈ വേട്ട അവസാനിപ്പിക്കുകയുള്ളൂ എന്നിടത്താണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം,
മുസ്ലിം യൂത്ത് ലീഗ് ഈ വിഷയത്തെ ഗൗരവത്തിൽ കാണുകയും ഇതിനെതിരായി പോലീസിനെതിരായിട്ട് ഈ വേട്ട തുടരാനാണ് ഭാവമെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാനും മുസ്ലിം യൂത്ത് ലീഗ് ആലോചിക്കുകയാണ്. ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യമെങ്കിൽ മാർച്ച് സംഘടിപ്പിക്കും. അതിൻ്റെ ആദ്യപടിയായി കൊണ്ടോട്ടിയിലെയും തേഞ്ഞിപ്പലത്തെയും പോലീസ് സ്റ്റേഷനുകളിലേക്ക് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യപടിയായി സമനാവുന്നില്ലത് തുടരാനാണ് ഭാവമെങ്കിൽ ഈ ജില്ലയിൽ മുഴുവൻ പോലീസിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് മുസ്ലിം ഇത്രയും ക്ഷമാപൂർവ്വം ഞങ്ങൾ കാത്തിരിക്കാൻ കാരണം ഞങ്ങളുടെ നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് MSF ഭാരവാഹികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ പോലും കഴിയാത്ത വിധം എന്തിനാണ് പോലീസ് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്? ഒരു വലിയ തീവ്രവാദ കേസിലും പ്രതിയാണോ? നാട്ടിൽ നല്ല ക്ലീൻ ഇമേജുള്ള ഈ കുട്ടികളുടെ വീട്ടിൽ കയറി വന്നിട്ട് മാന്യന്മാരായ രക്ഷിതാക്കളെ അവഹേളിക്കുന്ന വിധം, അവരുടെ അയൽവക്കത്ത് പാർക്കുന്നവരെ പോലും ദ്രോഹിക്കുന്ന വിധം, ആവശ്യമെങ്കിൽ ബന്ധുവീട്ടുകളിലേക്കും ഞങ്ങൾ എത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന വിധം എത്ര വാഹനത്തിലാണ് പോലീസ് വരുന്നത്? ഇതിൽ തിരഞ്ഞെടുത്ത സമയം കൂടി നോക്കണം. 4 മണി 3 മണി 2 മണിക്കൊക്കെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല, അത് കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല. MSFൻ്റെ പ്രവർത്തകന്മാർക്കെതിരായിട്ടുള്ള ഈ വേട്ട പോലീസ് എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ജില്ല ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇതിനൊക്കെ പരിഹാരമുണ്ടാക്കേണ്ട, കേസ് രജിസ്റ്റർ ചെയ്യേണ്ട, സമാധാനമുണ്ടാക്കേണ്ട പോലീസ് ഇവിടെ പ്രതിയാവാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വിഷയം അവിടെ കിടക്കുകയാണ്. പോലീസിന് കേസ് മതിയാവുന്നില്ല. കേസിൻ്റെ ഗോഡൗണായിട്ട് പോലീസ് സ്റ്റേഷനുകൾ മാറിയിരിക്കുകയാണ്. വലിയ വലിയ കേസുകൾക്ക് അന്വേഷണം നടത്താൻ പോലീസിന് സമയമില്ല, കഴിയുന്നില്ല. ആ ഫയലിൻ്റെ മുകളിൽ പോയിട്ട് അടയിരിക്കുകയാണ് വരും. എന്നിട്ടാണ് വിദ്യാർത്ഥി നേതാക്കളുടെ പിറകെ പോകുന്നത്. ഇതെന്താണോ വെള്ളരിക്ക പട്ടണമാണോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും ക്രൂരമായിട്ട് പെരുമാറുന്നു. ഇവിടെ അടുത്ത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളനം ഇവിടെ നടന്നു. ആ സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞ അലവി എന്ന് പറയുന്ന ആള് അദ്ദേഹം പറഞ്ഞത് 2-3 കൊല്ലത്തിന് ശേഷം മലപ്പുറത്ത് കേസ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ അനുകൂല സംഘടനയാണ്. കേസ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. 3000, 2000 ഒക്കെ ഉണ്ടായിരുന്ന കേസുകൾ ഇപ്പോൾ 21,000 എത്തി നിൽക്കുന്നു. ഇത് പറയുമ്പോൾ മന്ത്രി വി അബ്ദുറഹിമാൻ അത് എഗ്രി ചെയ്തു. അദ്ദേഹം വേദിയിലുണ്ടായിരുന്നു. പോലീസുകാർക്ക് വരെ വിശ്വാസമില്ല. ജില്ലാ പോലീസ് മേധാവിക്ക് ഇമേജ് കിട്ടുന്ന, ശ്രദ്ധേയനാവാൻ കഴിയുന്ന പ്രവർത്തികളാണ് പോലീസിൽ നടക്കുന്നത്. ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാർക്ക് വരെ ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവർ ട്രാഫിക് നിയന്ത്രിക്കല്ല, റോഡിലൂടെ പോകുന്നവരുടെ ഫോട്ടോ എടുക്കുകയാണ്. കാരണം ടാർഗറ്റ് മുഴുവനാക്കണം. ഇതൊക്കെയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നീതി നടപ്പിലാക്കപ്പെടുന്നില്ല. മലപ്പുറത്ത് മാത്രം പോലീസിന് കൃത്യമായ അജണ്ടകളുണ്ടെന്ന് ഞങ്ങൾ നേരത്തെ ഇതേ സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരുന്നു. പക്ഷെ അത് സത്യമാണെന്ന് പറയുന്ന, തെളിയിക്കപ്പെടുന്ന പല കാര്യങ്ങളും പിന്നീടുണ്ടായി. പക്ഷെ അതൊക്കെ എത്രയോ കേസുകളുണ്ട്. മൂക്കിൻ്റെ താഴെ നടക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ലഹരി പോലുള്ള പല പ്രശ്നങ്ങളുടെയും ചുരുളഴിയേണ്ടതുണ്ട്. അതിന് പരിഹാരം കാണേണ്ടതുണ്ട്. ആ പോലീസ് ഇപ്പം വിദ്യാർത്ഥി നേതാക്കളുടെ പിറകിലാണ്. വല്ല തീവ്രവാദ പ്രവർത്തനവും നടത്തിയവരെ, ഭീകരവാദ പ്രവർത്തനവും നടത്തിയവൻ്റെ പിറകെ ഓടുന്ന മാതിരി പോലീസ് ഓട്. അതിന് ഇവർ ഉറങ്ങുന്നില്ല. പോലീസിനെ വരുത്തി കാവലിരിക്കുക. 2 മണിക്കും 3 മണിക്കും വീട് ആക്രമിച്ച് കയറുക. വൃദ്ധരായ മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന വീടുകളിൽ വന്നിട്ട് ആക്രോശിക്കുക, വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് കേസ് എന്താണെന്നറിയോ? വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ക്യാമ്പസുകളിലുമൊക്കെ ഉണ്ടാകുന്ന തികച്ചും രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളിൽ പോലീസ് ചാർത്തിയ കേസ് വധശ്രമമടക്കമുള്ള കേസാണ്. ഇവരൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ജാമ്യം നിഷേധിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തീർത്ത് പറയുന്നത്, ഇവിടുത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗ് തീർത്തിട്ടുള്ള സമാധാന അന്തരീക്ഷത്തിൻ്റെ ഗുണം അനുഭവിക്കുന്ന ഏറ്റവും വലിയ കൂട്ടർ പോലീസുകാരാണ്. വേറെ ഒരു ജില്ലയിലും ഇല്ലാത്ത സമാധാന അന്തരീക്ഷം മലപ്പുറത്തുണ്ട്. അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ പോലീസുകാരാണ്. ഇതര ജില്ലയിലെ പോലീസുകാരുടെ ഒരു മാനസിക സമ്മർദ്ദവും പ്രയാസവും ഈ ജില്ലയിലെ പോലീസുകാർ അനുഭവിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ഗ്രാമാന്തരങ്ങളിൽ വേരുകളുള്ള മുസ്ലിം ലീഗിൻ്റെ
പിന്നെ സ്വാധീനവും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനവുമാണ്. പക്ഷേ അതൊക്കെ വിസ്മരിച്ച് ഈ നടത്തുന്ന പരിപാടി ഇനി എന്തായാലും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഗ്രാമങ്ങളിലും ആൾബലമുണ്ട്, വേരുകളുണ്ട്. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ അണിനിരത്തി MSF പ്രവർത്തകരെ ഞങ്ങളുടെ അനുജന്മാരെ വേട്ടയാടാനുള്ള ഈ ശ്രമത്തെ ശക്തമായി പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചത്. സെക്രട്ടറി കൂടി ബാക്കി കാര്യങ്ങൾ പറയും. ഞങ്ങൾ കുറച്ച് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ചൊരു പത്രസമ്മേളനം നടത്തിയതാണ്. നിങ്ങളിൽ പല ആളുകളും അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഈ പോലീസിന്റെ ജില്ലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചായിരുന്നു. ഏകദേശം 2 വർഷമായിട്ടുണ്ടാകും. അന്ന് സംബന്ധമായിട്ട് ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിയെ കാണുകയും ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്കൊരു മാർച്ച് ജില്ലാ യൂത്ത് ലീഗിന്റെ കമ്മിറ്റി നടത്തുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ചെറിയ ഒരു ആശ്വാസം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. ആശ്വാസം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ജില്ലയിൽ പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് പോലീസ് കഴിഞ്ഞ കുറച്ചു കാലമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു താല്പര്യം എന്താണ് എന്നുള്ളത് മലപ്പുറം ജില്ലയുടെ ക്രമസമാധാന നിലയെക്കുറിച്ച് അന്വേഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ നേരത്തെ ഇവിടെ കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു. പോലീസ് അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ സമ്മേളനത്തിൽ വെച്ച് വലിയ അവകാശവാദം ഉന്നയിക്കുകയാണ്. അത് കേസിന്റെ എണ്ണം കൂടി എന്നുള്ളത് വലിയ സന്തോഷത്തോടു കൂടി ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറയാണ്. എന്നാൽ അതിനെ ജില്ലയിലെ മന്ത്രി ശരിവെക്കുകയാണ്. അതായത് 3 ഇരട്ടി കേസ് ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചു എന്ന് ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോൾ മന്ത്രി അതിന് അടിവരയിടുന്ന ഒരു സാഹചര്യം ഈ അടുത്ത് കഴിഞ്ഞു. ഇപ്പൊ യൂണിവേഴ്സിറ്റി യൂണിയനുമായി ബന്ധപ്പെട്ട വിഷയവും അതുമായി ബന്ധപ്പെട്ട ചില പശ്ചാത്തലത്തിലാണ്. അവിടെ MSFന്റെ നേതാക്കന്മാരെ ക്രൂരമായി ആക്രമിച്ചതിന്റെ പേരിൽ ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, നിസ്സാരമായ വകുപ്പുകൾ ചുമത്തേണ്ട MSFന്റെ ഭാരവാഹികൾക്കെതിരെ വലിയ കുറ്റം ചുമത്തി FIR ഇട്ടിട്ടാണ് ഇപ്പോൾ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഞങ്ങൾ പൊതുവെ ഇത്തരം ഈ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു അവധാനതയോടുകൂടി സമരം നടത്തുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു സാഹചര്യം CPM-നാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അവർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അവരവരുടെ സംഘടനാപരത്തിന്റെ ഒരു തിണ്ണമെടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ആക്രമിക്കുകയും അവരുടെ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ആ കേസിനെ മറ്റു രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ അങ്ങനെ ഒരു ശൈലിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പൊ മലപ്പുറം ജില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ 16 പ്രതിനിധികളാണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളത്. അതായത് പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി നിയമം തയ്യാറാക്കുന്ന നിയമനിർമ്മാണ സഭയിൽ മലപ്പുറം ജില്ലയിൽ നിന്നും 16 അംഗങ്ങളുള്ളതിൽ 11 ആളുകളും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ്. 11 MLA-മാരുള്ള പാർട്ടിയാണ് ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ്. അതുപോലെ തന്നെ ഇവിടുത്തെ 70-75% വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികളൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു ജില്ലകളിൽ മറ്റു പാർട്ടിക്കാർ കാണിക്കുന്ന പോലെ ഈ പോലീസുകാർ ഇതുപോലെയുള്ള അനീതി ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഞങ്ങൾക്ക് തോന്നുന്നത് മലപ്പുറത്തെ ചില പോലീസുകാർക്ക് ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഒരു ബലഹീനതയായിട്ട് കാണുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ആ ബലഹീനത അത് തിരുത്തിക്കാൻ വേണ്ട നടപടിക്രമങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും എന്നാണ് പോലീസിനോട് ഞങ്ങൾ പറയാനുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള സംഭവവികാസങ്ങൾ ജില്ലയിൽ ഉണ്ടാകുമ്പോൾ അതിലൊന്നും വലിയ താല്പര്യം കാണിക്കാതെ ചില പ്രത്യേക താല്പര്യത്തോടുകൂടി ചില വിഭാഗങ്ങൾക്ക് നേരെ, അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർക്കെതിരെ MSF നേതാക്കന്മാർക്കെതിരെയൊക്കെ വലിയ ആവേശത്തോടുകൂടി കേസെടുക്കുന്ന സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ജില്ലയിൽ പോലീസുമായിട്ട് വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകരുടെ താല്പര്യം സംരക്ഷിച്ചേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി തയ്യാറാവുമെന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട പോലീസ് അധികാരികളോട് സൂചിപ്പിക്കാനുള്ളത്.
കേസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും കേസെടുക്കുന്നതും ഒക്കെ പോലീസിന്റെ രീതിയാണ്. അത് അവരുടെ രീതിക്കനുസരിച്ച് അവർ ചെയ്തോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ നീതി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ താല്പര്യത്തിനനുസരിച്ച് മാത്രമാണ് പോലീസ് പല സ്ഥലങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സംഭവം. അതായത് ആ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുള്ള CPM നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് MSF നേതാക്കന്മാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ താല്പര്യത്തോടുകൂടി ജില്ലയിലെ പോലീസ് സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വലിയ ആക്ഷേപമുണ്ട്. അപ്പൊ ഈ കാര്യം സർക്കാർ ഗൗരവമായി കാണും. ഒരു ജില്ലക്ക് വേണ്ടി മാത്രം ഒരു പോലീസ് നയം എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മറ്റുള്ള ജില്ലകളിലൊക്കെ ഏത് രീതിയിലാണ് പോലീസ് പെരുമാറുന്നത്, അതുപോലെ തന്നെ ഈ ജില്ലയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോടും മറ്റ് സംഘടനകളോടും ഏത് രീതിയിലാണ് പോലീസ് പെരുമാറുന്നത്, ആ രീതിയിൽ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ പെരുമാറുന്നത് ഞങ്ങൾക്ക് ആക്ഷേപമില്ല എന്ന് പറയാൻ വേണ്ടി കൂടിയാണ്. അതല്ല, ഈ രീതിയിൽ തന്നെയാണ് ജില്ലയിലെ പോലീസ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇപ്പൊ നിലവിൽ ഞങ്ങൾ ആലോചിച്ചിരുന്നത് നേരത്തോടെ പറഞ്ഞു, ജില്ലയിലെ SP ഓഫീസ് ഉൾപ്പെടെ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലേക്ക് ഉൾപ്പെടെ ജില്ലയിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആലോചിച്ചിരുന്നത്. പക്ഷെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം യൂണിവേഴ്സിറ്റി എല്ലാ കാലത്തും ഒരു പ്രശ്നബാധിത പ്രദേശമാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെ SFI ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രഭവ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് ഈ കേസിലൊക്കെ വലിയ താല്പര്യത്തോടുകൂടി ഇടപെടുന്ന പോലീസ് സ്റ്റേഷൻ എന്നുള്ള നിലയ്ക്ക്, അതല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ക്രമസമാധാന പാലനം നടത്തേണ്ട ഏറ്റവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എന്ന രൂപത്തിലാണ് തേഞ്ഞിപ്പലത്തേക്കും കൊണ്ടോട്ടിയിലേക്കും ഞങ്ങൾ ഈ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഇപ്പൊ MSF നേതാക്കന്മാരെ ഈ തെരഞ്ഞു ചെല്ലുന്ന കാര്യം പറഞ്ഞു, അതിന് അറുതി വന്നിട്ടില്ല എങ്കിൽ, അതേപോലെ തന്നെ SFIക്കെതിരെ MSF യൂണിയൻ സെക്രട്ടറിക്കെതിരെ കേസ് കൊടുത്തതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, ആ വിഷയത്തിൽ അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ, അതേപോലെ MSF നേതാക്കന്മാരെ അന്യായമായി വേട്ടയാടുന്ന ഈ സമീപനം തുടരുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, ജില്ലയിൽ യൂത്ത് ലീഗ് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നേതൃത്വം കൊടുക്കും. SP ഓഫീസ് ഉൾപ്പെടെ അതുപോലെ തന്നെ ജില്ലയിലെ പോലീസ് സംവിധാനങ്ങളിലേക്ക് മുഴുവൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമുണ്ടാകും. ഈ ജില്ലയിൽ 3 ലക്ഷം മെമ്പർഷിപ്പുള്ള യുവജന പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്നുകൂടി ബന്ധപ്പെട്ട പോലീസ് അധികാരികളെ ഓർമ്മപ്പെടുത്താൻ കൂടി ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കൊണ്ടോട്ടിയിലെയും തെഞ്ഞിപ്പലത്തെയും പോലീസ് സ്റ്റേഷൻ മാർച്ച് ജില്ലയിലെ യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തുന്നതാണ്. അതിനുശേഷം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി ഞങ്ങൾ നിരീക്ഷിക്കും. അനുകൂലമായിട്ടില്ല എങ്കിൽ മറ്റ് പ്രത്യക്ഷ പരിപാടികളിലേക്ക്, സമരപരിപാടികളിലേക്ക് കൂടി ഞങ്ങൾ നീങ്ങും എന്നറിയിക്കും. 23-ാം തീയതി വെള്ളിയാഴ്ച 4 മണി. ഈ MSFന് തന്നെ ഇവിടെ നല്ല അത്യാവശ്യം അടിത്തറയുള്ള വിദ്യാർത്ഥി സംഘടനയാണ്. പിന്നെ യൂത്ത് ലീഗ് ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്? അല്ല, ഈ നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് MSFനെതിരായിട്ടുള്ളൊരു വേട്ട ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ വിദ്യാർത്ഥി സംഘടനയാണ് MSF. ഈ വേട്ട നോക്കിക്കല്ല നമ്മൾ ചെയ്യേണ്ടത്, അത് ഏറ്റെടുക്കാനാണ് ചെയ്യേണ്ടത്. ഇപ്പം MSF നേതാക്കന്മാരുടെ വീട് മുഴുവൻ കയറി ഇറങ്ങുമ്പോൾ അത് യൂത്ത് ലീഗിൻ്റെ ഒരു ബാധ്യതയാണ്, കടമയാണ്, നമ്മളത് നിർവഹിക്കുകയാണ്. അത് നോക്കി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല. MSFൻ്റേതായിട്ടുള്ള സമരപരിപാടികൾ വേറെയും വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ സംസാരിച്ചത് യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരപരിപാടി. MSFൻ്റെ ജില്ലാ കമ്മിറ്റിയും ഇതേപോലെ സമാന സ്വഭാവത്തിലുള്ള മറ്റ് പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ അവർ പ്രഖ്യാപിക്കും. ഉണ്ടാവും. പാർട്ടി തന്നെ അത് ഗൗരവമായിട്ടെടുത്തിട്ടുണ്ട്. ജില്ലാ മുസ്ലിം ലീഗിലെ ജനറൽ സെക്രട്ടറി ഇന്ന് SP കാണുന്നുണ്ട്, ജില്ലാ പോലീസ് മേധാവിനെ കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.